നമസ്കാരം. ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കുട്ടികളെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണല്ലോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് ഇൻഡക്റ്റൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡിഫൈൻ ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. നോക്കൂ, അപ്പോൾ എന്താണ് ഇൻഡക്റ്റൻസ്? അതായത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്, വെൻ ദ കറൻറ്റ് ത്രൂ എ കോയിൽ ചേഞ്ചസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾസോ ചേഞ്ചസ്, അല്ലേ? ഡ്യൂ ടു ദിസ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ആൻഡ് ഇൻ ദ നൈബറിങ് കോയിൽ ഓൾസോ. അപ്പോൾ ഒരു കോയിലിലെ കറൻറ്റിന് ചേഞ്ച് വരുമ്പോൾ ആ കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, അതിൻ്റെ അടുത്ത് കിടക്കണ മറ്റൊരു കോയിലിലും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ഈ ഫ്ലക്സ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ കോയിലിൽ ഒരു EMF, രണ്ട് കോയിലുകളിലും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു കോയിലിൽ കറൻറ്റിന് ചേഞ്ച് വന്നാൽ ആ കോയിലിലും അതിൻ്റെ അടുത്തുള്ള മറ്റൊരു കോയിലിലും മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ഫ്ലക്സ് ചേഞ്ച് φB എന്ന് പറയണത്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് φB പ്രപ്പോർഷണൽ ടു എന്താണ്? കറൻറ്റ് I എന്ന് പറയും. ഇഫ് ദ ജോമെട്രി ഓഫ് ദ കോയിൽ ഡസ് നോട്ട് വേരി വിത്ത് ടൈം, ആ കോയിലിൻ്റെ ജോമെട്രി ടൈം അനുസരിച്ച് ചേഞ്ച് വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? dφB by dt proportional to di by dt എന്ന് എഴുതാം. അപ്പോൾ ഇഫ് ദ ജോമെട്രി ഓഫ് ദ കോയിൽ ഡസ് നോട്ട് ചേഞ്ച് അല്ലെങ്കിൽ ഡസ് നോട്ട് വേരി വിത്ത് ടൈം, ആ കോയിലിൻ്റെ ജോമെട്രി ടൈമിനനുസരിച്ച് വേരി ചെയ്തില്ലെങ്കിൽ നമുക്ക് dφB by dt proportional to di by dt എന്ന് എഴുതാം. ഇനി ഈ കോയിലിന്, ഇഫ് ദ കോയിൽ ഹാസ് നമ്പർ ഓഫ് ടേൺസ്, ലാർജ് നമ്പർ ഓഫ് ടേൺസ്, ആ കോയിലിന് കുറേ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുണ്ട് എന്ന് വിചാരിക്കുക. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഓഫ് ദ കോയിൽ ആൻഡ് ഈച്ച് ടേൺ പ്രൊഡ്യൂസസ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ആ കോയിലിന് കുറച്ച് ചുറ്റുകളുണ്ടെങ്കിൽ ആ ഓരോ ചുറ്റുകളിലും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് വരും. അപ്പോൾ ആ ഓരോ കോയിലും ഇൻഡ്യൂസ്ഡ് EMF കോൺട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലായ? ഓരോ കോയിലും EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയും. ഇഫ് ദ കോയിൽ ഹാസ് n നമ്പർ ഓഫ് ടേൺസ് വി കോൾ ഇറ്റ് ആസ് ഫ്ലക്സ് ലിങ്കേജ്. നമ്മളതിനെ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? nφB. കണ്ടു, φBക്ക് പകരം nφB, നമ്പർ ഓഫ് ടേൺസ് അവിടെ ഉണ്ട്, പ്രപ്പോർഷണൽ ടു I. അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഉപയോഗിക്കും. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. കണ്ടു? അപ്പോൾ ഈ nφB ഫ്ലക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ്, nφB പ്രപ്പോർഷണൽ ടു I, കറൻറ്റിന് ചേഞ്ച് വന്നുകൊണ്ടാണല്ലോ ഫ്ലക്സിന് ചേഞ്ച് വന്നത്, ഫ്ലക്സിന് ചേഞ്ച് വന്നുകൊണ്ടാണല്ലോ EMF ഇൻഡ്യൂസ് ചെയ്തത്. അപ്പോൾ nφB പ്രപ്പോർഷണൽ, ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഉപയോഗിക്കും. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണെന്ത്? ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ജോമെട്രി ഓഫ് ദ കോയിൽ ആൻഡ് ഇൻട്രിൻസിക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ കോയിലിൻ്റെ ജോമെട്രീനെയും ഇൻട്രിൻസിക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യും ഏത്? ഈ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ഇംഗ്ലണ്ടിലും മൈക്കിൾ ഫാരഡേ ഈ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ച അതേ സമയത്ത് USA ജോസഫ് ഹെൻറി ഈ സെയിം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അതിന് നമ്മൾ എന്താണ്? ഹെൻറി എന്ന്. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. H എന്നുള്ള അക്ഷരം ഉപയോഗിക്കും കാണിക്കാനായിട്ട്, H. അതിൻ്റെ ഡയമെൻഷൻ ml² T⁻², A⁻²- ആണ് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ. യൂണിറ്റ് ഹെൻറി, H എന്ന് പറയും. കണ്ടു? അപ്പോൾ ഒറ്റ വാക്കിൽ ഡിഫൈൻ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക?
the flux linked with a coil is directly proportional to the change in current in the coil. So flux linked equals constant into current. So that constant is called the inductance of the coil. It depends on the geometry of the coil and also the intrinsic material properties. Unit is Henry. ഇത്ര എഴുതുന്നുണ്ട്. ക്ലിയർ ആയി? അടുത്തത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ, അതായത് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു കോയിലിൽ കൂടെയുള്ള കറൻറ്റിന് ചേഞ്ച് വന്നാൽ ആ കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ വെനെവർ ദ കറൻറ്റ് ത്രൂ എ കോയിൽ ചേഞ്ചസ്, the magnetic flux linked with it also changes, hence an EMF is induced in the coil. That phenomenon is called self-induction. അപ്പോൾ the phenomenon of production of induced EMF in a coil due to change in current in the same coil is called self-induction. അങ്ങനെ ഉണ്ടാകുന്ന EMFനെ ബാക്ക് EMF എന്ന് പറയും. അത് നമുക്ക് പിന്നീട് എടുക്കാം, വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അപ്പോൾ ഡിഫൈൻ സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരമായില്ലേ? എന്താണ്? ഒരു കോയിലിലെ കറൻറ്റിന് വ്യത്യാസം വന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരും. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ എന്തുണ്ടാവും? ആ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ വെനെവർ ദ കറൻറ്റ് ത്രൂ എ കോയിൽ ചേഞ്ചസ്, magnetic flux linked with it also changes, so an EMF is induced in the coil. This phenomenon is called self-induction. അങ്ങനെ ഉണ്ടാകുന്ന EMFനെ ബാക്ക് EMF എന്ന് പറയും. ആ ഇൻഡ്യൂസ്ഡ് EMFനെ ബാക്ക് EMF എന്ന് പറയും. അത് നമ്മൾ പിന്നീട് ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ വെൻ ദ കറൻറ്റ് ത്രൂ ഇറ്റ് ചേഞ്ചസ്. ഒരു കോയിലിലെ കറൻറ്റിന് വ്യത്യാസം വരുമ്പോൾ അതേ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് 5B പ്രപ്പോർഷണൽ ടു കറൻറ്റ് ത്രൂ ദ കോയിൽ. അപ്പോൾ ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് 5B പ്രപ്പോർഷണൽ ടു കറൻറ്റ്, ആ കോയിലത്തെ കറൻറ്റ്. അപ്പോൾ 5B ഈക്വൽസ് കോൺസ്റ്റൻറ്റ് L/I. ഈ കോൺസ്റ്റൻറ്റ് Lനെ പറയുന്ന പേരാണെന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഈ Lനെ പറയുന്ന പേരാണെന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് L കണ്ടുപിടിച്ചൂടെ? L ഈക്വൽ ടു എന്താണ്? ഈ Iനെ ഇങ്ങോട്ട് എടുത്താൽ പോരെ? ഇനി നോക്കൂ, ഇഫ് I ഈക്വൽസ് 1 ആംപെയർ, 5B ഈക്വൽസ് എന്താണ്? 1 വെബർ. അപ്പോൾ L ഈക്വൽസ് എന്താണ്? 1/1, അതായത് 1 ഹെൻറി. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് എന്ത്? ഹെൻറി. അപ്പോൾ 1 ഹെൻറി നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിഫൈൻ 1 ഹെൻറി എന്ന് ചോദിച്ചിട്ടുണ്ട് ബോർഡ് എക്സാമിന്. അപ്പോൾ ഡിഫൈൻ 1 ഹെൻറി. 1 ഹെൻറി ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. എപ്പോൾ? ഇഫ് എ ഫ്ലക്സ് ഓഫ് magnetic flux of 1 Weber is produced when the current through the coil is 1 ampere. ഒരു കോയിലിൽ കൂടെ 1 ആംപെയർ കറൻറ്റ് കടന്നു പോകുമ്പോൾ അതിൽ 1 വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നുവെങ്കിൽ ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാ? 1 ഹെൻറിയാണ്. കണ്ടു? അപ്പോൾ 1 ഹെൻറി ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഇഫ് എ കറൻറ്റ് ഓഫ് 1 ആംപെയർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് 1 വെബർ. ഇനി നോക്കൂ, അപ്പോൾ EMF ഇൻഡ്യൂസ്ഡ് E എന്താണ്? -d∅B/dt അല്ലേ? അപ്പോൾ നമുക്ക് 5Bക്ക് ഇവിടെ വാല്യൂ ഉണ്ട്, എന്താണ്? Li കൊടുക്കാം. അപ്പോൾ -d/dt ഓഫ് 5B എന്താണ്? Li. ഇനി തന്നിരിക്കുന്ന കോയിലിന് സെൽഫ് ഇൻഡക്റ്റൻസ് കോൺസ്റ്റൻ്റാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? 5B പ്രപ്പോസ് ടു I കോൺസ്റ്റൻ്റ് L/I എന്ന് പറഞ്ഞാണ്. അപ്പോൾ തന്നിരിക്കുന്ന കോയിലിന് ഈ L കോൺസ്റ്റൻ്റാണ്, അതിന് ചേഞ്ച് ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ E ഈക്വൽസ് -L × di/dt. കണ്ടു?
അപ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഈക്വൽസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇനി നോക്കൂ, ഇഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു 1 വോൾട്ട് ഡി ഐ ബൈ ഡി ടി ഈക്വൽസ് 1 ആംപെയർ പെർ സെക്കൻഡ്, എൽ ഈക്വൽ ടു എന്താണ്, ഈ എല്ലിനെ ഇവിടെ നിർത്തിയിട്ട് ഇനി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും, എൽ ഈക്വൽസ് എന്ത് വരും, എൽ ഈക്വൽസ് മൈനസ് കാണിക്കുന്നത് ഒപ്പോസ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മാഗ്നറ്റ്യൂഡിന് മൈനസിൻ്റെ ആവശ്യമില്ല. ഇ ബൈ ഡി ഐ ബൈ ഡി ടി കണ്ടോ. അപ്പോൾ എൽ ഈക്വൽ ടു ഇ ബൈ ഡി ഐ ബൈ ഡി ടി മൈനസ് ഇ ബൈ ഡി ഐ ബൈ ഡി ടി. അപ്പോൾ ഈ 1 വോൾട്ടാണ്, ഡി ഐ ബൈ ഡി ടി 1 ആംപെയർ പെർ സെക്കൻഡ് ആണെങ്കിൽ എൽ ഈക്വൽ ടു എന്താണ് 1/1, അതായത് 1 ഹെൻറി. കണ്ടോ, അവിടെ നിന്ന് നമുക്ക് 1 ഹെൻറി ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എന്താ 1 ഹെൻറി, ഡിഫൈൻ 1 ഹെൻറി ഇങ്ങനെയും പറയാം. 1 ഹെൻറി ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ if an EMF of 1 volt is induced in the coil when the rate of change of current through the coil is 1 ampere per second. അപ്പോൾ 1 Henry is the self-inductance of a coil if an EMF of 1 volt is induced in the coil when the rate of change of current through the coil is 1 ampere per second. അപ്പോൾ 1 Henry എന്ന് പറഞ്ഞത് ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അതിൽ കൂടെ 1 ആംപെയർ പെർ സെക്കൻഡ് കറൻറ്റിന് വ്യത്യാസം വരുമ്പോൾ അതിൽ 1 വോൾട്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് 1 ഹെൻറിയാണ്. ക്ലിയർ ആയ? അപ്പോൾ ഒരു കോയിലിൽ കൂടെ കടന്നു പോകുന്ന കറൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ് 1 ആംപെയർ പെർ സെക്കൻഡ് ആവുമ്പോൾ ആ കോയിലിൽ 1 വോൾട്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എത്രയാണ്, 1 ഹെൻറിയാണ്. അപ്പോൾ ചോദിക്കാറുണ്ട് 1 ഹെൻറി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, ഡിഫൈൻ 1 ഹെൻറി. അതിന് ഉത്തരം കിട്ടിയില്ലേ? ഇനി നോക്കൂ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിന് ഒരു എക്സ്പ്രഷൻ ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതന്നെ മ്യൂച്വൽ ഇൻഡക്ഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് ഇൻഡക്റ്റൻസ് 2 തരത്തിലുണ്ട്, സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. അപ്പോൾ ഇതന്നെ അതിലും വരുന്നുണ്ട്. ഇത് വ്യത്യാസമുണ്ട്, അതപ്പോൾ പറയാം. അപ്പോൾ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. നോക്കൂ, കൺസിഡർ എ ലോങ് സോളിനോയിഡ് ഓഫ് ലെങ്ത് എൽ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ എൻ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു എൽ ലെങ്ത് ഉള്ളൊരു സോളിനോയിഡ് ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് ലെങ്ത്തിൽ എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ക്യാപിറ്റൽ എൻ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എൻ ഇൻറ്റു എൽ അല്ലേ. ഒരു ലെങ്ത്തിൽ സ്മോൾ എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, എൽ ലെങ്ത് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എൻ എന്താ, എൻ ഇൻറ്റു എൽ. കണ്ടു? ഇനി ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കറൻറ്റിന് ചേഞ്ച് വരുമ്പോൾ അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഫൈ ഈക്വൽസ് ഫൈ ബി. മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയുണ്ടാവും, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്, BAN. സോളിനോയിഡ് നമ്മൾ എടുത്താണ് അല്ലേ. ആ ഒരു കോയിലുമായിട്ടുള്ള ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് BAN. ഇനി ബി, സോളിനോയിഡിൻ്റെ ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി എത്രയാ, അത് നമ്മൾ ഡിറൈവ് ചെയ്താണ്, μ0NI അല്ലേ. μ0NI ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബിക്ക് നമ്മൾ ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ μ0NI ഇൻറ്റു ഏരിയ അവിടെ ഉണ്ട്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സ്മോൾ എൻ ഇൻറ്റു എൽ ആണ്. അപ്പോൾ NL. ഇനി 2 N ഉണ്ട്, അപ്പോൾ N ഇൻറ്റു N, N സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ μ0N² IAL. ഇതാണ് ആ കോയിലിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടുള്ളത്, ഫ്ലക്സ് ലിങ്കേജ്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞാണ് എന്താണ്, 5B പ്രപ്പോർഷണൽ ടു I. കറണ്ട് കടന്നു പോയതുകൊണ്ടാണല്ലോ, കറൻറ്റിന് ചേഞ്ച് വന്നതുകൊണ്ടാണല്ലോ ഫ്ലക്സ് ഉണ്ടായത്. അപ്പോൾ 5B പ്രപ്പോർഷണൽ ടു I നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലേ 5B ഈക്വൽസ് LI. അപ്പോൾ നമുക്ക് ഈ 5Bയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, LI എന്ന് എഴുതിക്കൂടെ. ബട്ട് 5B ഈക്വൽസ് LI നമ്മളിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 5Bയുടെ സ്ഥാനത്ത് നമുക്ക് LI കൊടുക്കാം. Therefore LI ഈക്വൽസ് μ0N² IAL. നോക്കൂ, ഐയും ഇടതുഭാഗത്തും വലതുഭാഗത്തും വെട്ടിപ്പോയി.
ഇനി അപ്പോൾ നമുക്ക് എൽ കിട്ടിയില്ലേ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് എന്താണ്, μ0n² AL. ഇതാണ് ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് എന്ത്, L = μ0n² AL. എന്ത് സിമ്പിൾ ഡെറിവേഷനാണ് നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു സോളിനോയിഡിൽ n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട്, L ലെങ്ത് ഉണ്ട്. ആ സോളിനോയിഡ് ലോങ് സോളിനോയിഡാണ്. അപ്പോൾ n = ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n = എന്താണ്, ഒരു യൂണിറ്റ് ലെങ്ത് സ്മോൾ n ഉണ്ട്, L ലെങ്ത് ഉണ്ട്. അപ്പോൾ n × L. ഇനി നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ എത്രയുണ്ട്, μ0ni. ഇനി ഒരു കറണ്ട് ആ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ, ആ സോളിനോയിഡിൽ കൂടെ അല്ലെങ്കിൽ ആ കോയിലിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ എന്തുണ്ടാവും, ഫ്ലക്സ് ലിങ്ക് ചെയ്യും. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് φB = എന്താണ്, BIN. ബിക്ക് നമ്മൾ ഈ വാല്യൂ കൊടുത്തു μ0ni, പിന്നെ ബാക്കി എന്നിന് സ്ഥാനത്ത് NL കൊടുത്തു. അപ്പോൾ μ0n² IIL. ഇനി φB എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് ഫ്ലക്സ് എന്തിന് പ്രപ്പോർഷനിലാണ്, കറണ്ടിന് പ്രപ്പോർഷനിലാണ്. അപ്പോൾ φB പ്രപ്പോർഷനായി φB = Li. അപ്പോൾ ഈ φBയുടെ സ്ഥാനം നമുക്ക് എന്ത് കൊടുക്കാം, Li = μ0n² IAL. ഐയും ഐയും വെട്ടിപ്പോയി, L = എന്ത് കിട്ടി, μ0n² AL. ഇതാണ് എന്ത്, ഒരു സോളിനോയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. മനസ്സിലായിരിക്കും. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്, നല്ല ഇമ്പോർട്ടൻറ്റുമാണ്. ഇനി നോക്കൂ, ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു മീഡിയം ഉണ്ടെങ്കിൽ നമ്മൾ μ0ൻ്റെ കൂടെ നമ്മൾ ഒരു സോഫ്റ്റ് അയൺ വെക്കുകയാണ് ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫ്ലക്സ് കൂടുന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ L = എന്ത് എഴുതണം, μR റിലേറ്റീവ് പെർമിയബിലിറ്റി μR × μ0n² AL. കണ്ടു? ഇഫ് എ സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ ഇഫ് എ മീഡിയം ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി μR ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ സോളിനോയിഡ് അല്ലെങ്കിൽ കോയിൽ, എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് L = μR μ0n² AL എന്ന് എഴുതണം. മീഡിയം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അയൺ ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ കണ്ടു. അപ്പോൾ μR × μ0n² AL എന്ന് എഴുതണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഇപ്പോൾ ഇത് പഠിക്കുക.